لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. ആയത്ത് 284. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള എല്ലാം അല്ലാഹുവിനുള്ളതാകുന്നു. വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും. നിങ്ങൾ മനസ്സുകളിലുള്ള കാര്യങ്ങൾ പ്രകടമാക്കിയാലും ഔ തുഖ്ഫൂഹ് നിങ്ങൾ അതിനെ മറച്ചു വെച്ചാലും യുഹാസിബുക്കും ബിഹില്ലാഹ് അതിനെക്കുറിച്ച് അല്ലാഹു നിങ്ങളോട് വിചാരണ നടത്തുന്നതാണ്. فيغفر لمن يشاء ويعذب من يشاء. അപ്പോൾ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്, ഉദ്ദേശിക്കുന്നവർക്ക് ശിക്ഷ നൽകുകയും ചെയ്യുന്നതാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാ കാര്യങ്ങളുടെ മേലും കഴിവുള്ളവനാണ്. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നും പ്രവാചകനിലേക്ക് ഇറക്കപ്പെട്ട കാര്യങ്ങളിൽ പ്രവാചകൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. വൽ മുഅ്മിനൂൻ സത്യവിശ്വാസികളും വിശ്വസിക്കുന്നു. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. എല്ലാവരും അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും വേദങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. സത്യവിശ്വാസികൾ പറയുന്നു, അല്ലാഹുവിന്റെ ദൂതന്മാരിൽ ആർക്കുമിടയിൽ ഞങ്ങൾ വേർതിരിവ് കൽപ്പിക്കുന്നതല്ല. വഖാലൂ സമിഅനാ വഅതഅനാ. അവർ പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനകൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ്. ഗുഫ്റാനക റബ്ബനാ വഇലൈകൽ മസീർ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് പുറത്തു തരണമേ, നിന്നിലേക്കാണ് മടക്കം. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്തായ
സൂറത്തുൽ ബഖറയുടെ സമാപന ആയത്തുകളാണ്. ഈ സൂറത്തിന്റെ തുടക്കം വിശ്വാസത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു. അവസാനത്തിലും അതിനെക്കുറിച്ച് തന്നെ കുറച്ച് വിശദമായി പരാമർശിക്കുകയാണ്. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളുടെയും ഉടമാധികാരം അല്ലാഹുവിനാണ്. മനുഷ്യരുടെയും ജിന്നുകളുടെയും മൃഗങ്ങളുടെയും പറവകളുടെയും ജീവനുള്ള വസ്തുക്കളുടെയും ജീവനില്ലാത്ത വസ്തുക്കളുടെയും എല്ലാത്തിന്റെയും ഉടമാധികാരം അല്ലാഹുവിന് മാത്രമാണ്. പടച്ചവനല്ലാത്ത ആർക്കും ഒന്നിനും ഇവയിൽ ശരിയായ ഉടമാവകാശമില്ല. وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ أَوْ تُخْفُوهُ يُحَاسِبْكُم بِهِ اللَّهُ. നിങ്ങളുടെ മനസ്സുകളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രകടമാക്കിയാലും അതിനെ മറച്ചുവെച്ചാലും അല്ലാഹു അതിനെക്കുറിച്ചെല്ലാം നിങ്ങളോട് വിചാരണ ചെയ്യുന്നതാണ്. അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. നാളെ അതിനെക്കുറിച്ച് വിചാരണ ചെയ്യുന്നവനുമാണ്. അല്ലാഹുവിന്റെ അറിവിൽ നിന്നും ഒന്നും മറച്ചുവെക്കാൻ സാധിക്കുന്നതല്ല. فَيَغْفِرُ لِمَن يَشَاءُ وَيُعَذِّبُ مَن يَشَاءُ. എന്നിട്ട് അല്ലാഹു അവനുദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, അവനുദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും. അല്ലാഹു എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ്. ആ രഹസ്യങ്ങളിൽ തിന്മകളായിട്ടുള്ള കാര്യങ്ങൾ അല്ലാഹു അവനുദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, അവനുദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുന്നതാണ്. മറ്റ് ആയത്തുകളുടെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ ആർക്കാണ് പടച്ചവൻ പുറത്തു കൊടുക്കുന്നത്, ആരെയാണ് അല്ലാഹു ശിക്ഷിക്കുന്നതെന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലെ ദുഷിച്ച ചിന്തകൾ രണ്ട് നിലയിലാണ്. ഒന്ന്, അവിചാരിതമായി ഉണ്ടായിപ്പോയ ദുഷിച്ച ചിന്തകൾ പെട്ടെന്ന് തന്നെ അത് മാറ്റിക്കളഞ്ഞു, അല്ലെങ്കിൽ മാറ്റാൻ പരിശ്രമിച്ചു. ഇത് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. മറ്റൊന്ന്, മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ദുഷിച്ച ചിന്തകൾ. രാവും പകലും ആ ദുഷിച്ച ചിന്തകളെ താലോലിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ അഭിമാനിക്കുന്നു. മറ്റുള്ളവരെ പറ്റിയുള്ള നിന്ദ്യമായ വികാരം, ഇതിനെപ്പറ്റി അല്ലാഹു നാളെ വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നതാണ്. وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ أَوْ تُخْفُوهُ يُحَاسِبْكُم بِهِ اللَّهُ. മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലാഹു അറിയുമെങ്കിൽ മനുഷ്യന്റെ വാചകങ്ങളും പ്രവർത്തനങ്ങളും എത്രമാത്രം അറിയും. وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ أَوْ تُخْفُوهُ يُحَاسِبْكُم بِهِ اللَّهُ. ആകയാൽ തിന്മകൾ കുറയ്ക്കണം, നന്മകൾ വർദ്ധിപ്പിക്കണം. ദുഷിച്ച വിചാരങ്ങളെയും വികാരങ്ങളെയും സൂക്ഷിക്കണം. ഉണ്ടായിപ്പോയാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ചൊല്ലിയും ദിക്റുകളും ദുആകളും നടത്തിയും നന്മകളിലേക്ക് പരിപൂർണമായി വ്യാപൃതനായും അത് ഒഴിവാക്കണം.
والله على كل شيء قدير. അള്ളാഹുവിനെ പറ്റിയുള്ള മൂന്നാമത്തെ വിവരം, അള്ളാഹു എല്ലാ കാര്യങ്ങളുടെ മേലും കഴിവുള്ളവനാണ്. ചെറിയ കാര്യങ്ങളുടെ മേലും കഴിവുള്ളവൻ, വലിയ കാര്യങ്ങളുടെ മേലും കഴിവുള്ളവൻ. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാ കാര്യങ്ങളുടെ മേലും കഴിവുള്ളവനാണ്. آمن الرسول بما أنزل إليه من ربه والمؤمنون. ഈ ആയത്തും ഇതിനു ശേഷമുള്ള ആയത്തും വളരെ പ്രധാനപ്പെട്ട ആയത്തുകളാണ്. നമ്മൾ കാണാതെ പഠിക്കണം, ആശയം മനസ്സിലാക്കണം, കൂടെ കൂടെ പാരായണം ചെയ്യണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, അള്ളാഹു വളരെ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിച്ച രണ്ടായത്തുകളാണിത്. ആരെങ്കിലും രാത്രിയിൽ ഇത് പാരായണം ചെയ്താൽ അവന് വലിയ നന്മ ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. അപകടങ്ങളിൽ നിന്നും അള്ളാഹുവിനെ കാത്തുരക്ഷിക്കുന്നതാണ്. آمن الرسول بما أنزل إليه من ربه والمؤمنون. രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്നും അവതീർണമായതിൽ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും പ്രവാചകനിലേക്ക് അവതീർണമായ സന്ദേശങ്ങളിൽ ആദ്യമായി പ്രവാചകൻ പരിപൂർണമായി വിശ്വസിച്ചിരിക്കുന്നു. വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. അതായത് ഈമാനുള്ളവരുടെ പ്രധാനപ്പെട്ട ഗുണമാണ് അള്ളാഹുവിന്റെ സന്ദേശങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച മുഴുവൻ കാര്യങ്ങളിലും വിശ്വസിക്കുക, അതിനെ സത്യമായി അംഗീകരിക്കുക, ഇത് വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ഗുണമാണ്. കാലിനൊത്ത് ചെരുപ്പിനൊത്ത് കാല് മുറിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒരവസ്ഥ പ്രത്യേകം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ച കാര്യങ്ങളിൽ പരിപൂർണമായി വിശ്വാസം വേണം. കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. എല്ലാവരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, അവന്റെ മലക്കുകളിൽ വിശ്വസിക്കുന്നു, കിതാബുകളിൽ വിശ്വസിക്കുന്നു, പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നു. അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹു ഏകനാണ്, സമുന്നതനാണ്, ആരാധനയ്ക്കർഹനാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുക. പ്രകാശം കൊണ്ട് പടയ്ക്കപ്പെട്ട പടച്ചവന്റെ പ്രത്യേകമായ സൃഷ്ടികളാണ് മലക്കുകൾ. അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുക. മനുഷ്യരുടെ മാർഗദർശനത്തിന് വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു. അതിൽ അവസാനത്തെ ഗ്രന്ഥമാണ് ഖുർആൻ. വറുസുലിഹി, പ്രവാചകന്മാരിലും വിശ്വസിക്കുക. ഓരോ കാലഘട്ടത്തിലും അള്ളാഹു നബിമാരെ അയച്ചിട്ടുണ്ട്. അതിൽ അവസാനത്തെ നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകന്മാരെ കുറിച്ച് വിശ്വാസികൾ പറയും, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. ഒരു പ്രവാചകന്മാർക്കും ഇടയിൽ ഒരു വേർതിരിവും കൽപ്പിക്കുന്നതല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കും എന്ന് വിചാരിച്ച് മറ്റ് നബിമാരെ നിന്ദിക്കുകയില്ല. അല്ലെങ്കിൽ ഒരു നബി ഉന്നതനാണ് എന്നതിന്റെ പേരിൽ മറ്റ് നബിമാരെ താഴ്ത്തുകയില്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി.
അള്ളാഹു നമുക്ക് സമ്പൂർണമായി ഈമാൻ നൽകുമാറാകട്ടെ. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. സൂറത്തുൽ ബഖറ അവസാനത്തെ 2 ആയത്തുകൾ. آمن الرسول بما أنزل إليه من ربه. രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നും പ്രവാചകനിലേക്ക് അവതീർണമായ സന്ദേശങ്ങളിൽ പ്രവാചകൻ വിശ്വസിച്ചിരിക്കുന്നു. വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. എല്ലാവരും അല്ലാഹുവിലും അല്ലാഹുവിന്റെ മലക്കുകളിലും അല്ലാഹുവിന്റെ കിതാബുകളിലും അല്ലാഹുവിന്റെ ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലിഹി. അവർ പറയുന്നു, പ്രവാചകന്മാരിൽ ആർക്കും ഇടയിൽ ഞങ്ങൾ വേർതിരിവ് കൽപ്പിക്കുന്നതല്ല. വഖാലൂ സമിഅനാ വഅതഅനാ. അവർ പറയുന്നു, ഞങ്ങൾ കാര്യങ്ങൾ കേൾക്കാനും അനുസരിക്കാനും സന്നദ്ധരാണ്. ഗുഫ്റാനക റബ്ബനാ വഇലൈകൽ മസീർ. ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പൊരുത്തം ഞങ്ങൾ അപേക്ഷിക്കുന്നു, നിന്നിലേക്കാണ് മടക്കം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അല്ലാഹു ഒരു ശരീരത്തോടും അതിന്റെ കഴിവിൽപ്പെട്ട കാര്യമല്ലാത്തത് ശാസിക്കുന്നതല്ല. ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. ഓരോ ശരീരത്തിനും അത് സമ്പാദിച്ചത് ലഭിക്കുന്നതാണ്. ഓരോ ശരീരത്തിനും അത് സമ്പാദിച്ച പാപങ്ങളുടെ ഭാരവും വഹിപ്പിക്കപ്പെടുന്നതാണ്.
ربنا لا تؤاخذنا إن نسينا أو أخطأنا. നിങ്ങൾ ഇപ്രകാരം പറയുക, പടച്ചവനെ, ഞങ്ങൾക്ക് മറവിയോ തെറ്റോ സംഭവിക്കുന്നതിന്റെ പേരിൽ ഞങ്ങൾ നീ പിടികൂടരുതേ. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നീ ചുമത്തിയതുപോലെയുള്ള ഭാരം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. ربنا ولا تحملنا ما لا طاقة لنا به. ഞങ്ങൾക്ക് ശേഷിയില്ലാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ മേൽ നീ കൽപ്പിക്കരുതേ, ചുമത്തരുതേ. واعف عنا واغفر لنا وارحمنا. നീ ഞങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണമേ, ഞങ്ങൾക്ക് പുറത്തു തരണമേ, ഞങ്ങളോട് കരുണ കാട്ടണമേ. അന്ത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. നീ ഞങ്ങളുടെ രക്ഷാധികാരിയാണ്. നിഷേധിയായ ജനതയ്ക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ. സൂറത്തുൽ ബഖറയുടെ പോരിശയാർന്ന അവസാനത്തെ 2 ആയത്തുകളാണ്. ഇതിൽ ആദ്യ ആയത്തിന്റെ ആദ്യ ഭാഗങ്ങൾ കഴിഞ്ഞ മജ്ലിസിൽ പറയപ്പെട്ടു. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മഹാന്മാരായ നബിമാരുടെയും മുഴുവൻ സത്യവിശ്വാസികളുടെയും പ്രധാനപ്പെട്ട ഗുണമാണ് ഈമാൻ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മുഅ്മിൻ എന്ന് പറയപ്പെടുന്നത്. കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ധാരാളമുണ്ടെങ്കിലും പ്രധാനമായും വിശ്വസിക്കേണ്ടത് 4 കാര്യങ്ങളാണെന്ന് ഇവിടെ ഉണർത്തിയിരിക്കുന്നു. 1, അല്ലാഹുവിൽ, നാം എല്ലാവരെയും പടച്ച് പരിപാലിക്കുന്ന സർവശക്തനായ അല്ലാഹുവിൽ. 2, പടച്ചവന്റെ പ്രത്യേക സൃഷ്ടികളായ മലക്കുകൾ, മാലാഖമാരിൽ. 3, പടച്ചവന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ, അതിൽ അന്തിമ ഗ്രന്ഥമായ ഖുർആനിൽ. 4, പടച്ചവന്റെ ദൂതന്മാരിൽ, അവരിൽ അവസാനത്തെ നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ. നബിമാരിൽ വിശ്വസിക്കുമ്പോൾ മനസ്സുകൊണ്ടെടുക്കേണ്ട ഒരു തീരുമാനമാണ് പ്രവാചകന്മാരിൽ ആരുടെയും ഇടയിൽ മറ്റുള്ളവർക്ക് നിന്ദിതയുണ്ടാകുന്ന നിലയിൽ വേർതിരിവ് കൽപ്പിക്കാൻ പാടില്ല. ആരെയും ഉയർത്തിയും വാഴ്ത്തിയും പറയാൻ പാടില്ല, മറ്റ് നബിമാർക്ക് നിസ്സാരതയുണ്ടാകുന്ന നിലയിൽ. ശേഷം അല്ലാഹു പറയുന്നു, സത്യവിശ്വാസികളുടെ 1-ാമത്തെ ഗുണം ഈമാൻ, 2-ാമത്തെ ഗുണം അസ്സംഉ വത്വാഅ, പടച്ചവനും പ്രവാചകനും പറയുന്ന കാര്യങ്ങൾ കേൾക്കലും അതിനെ അനുസരിക്കലും. വഖാലൂ സമിഅനാ വഅതഅനാ, അവർ പറയുന്നു, പടച്ചവനെ, ഞങ്ങൾ കാര്യങ്ങളെല്ലാം കേട്ടു, കേൾക്കാൻ തയ്യാറാണ്. സൂറത്തുൽ ബഖറയിൽ വിവിധങ്ങളായ നിയമങ്ങളിലൂടെ കടന്നുപോയി അതെല്ലാം ഞങ്ങൾ കേൾക്കുന്നു, അനുസരിക്കാൻ തയ്യാറുമാണ്. ഇവകൾ പ്രസംഗിക്കാനും എഴുതാനുമുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഞങ്ങൾ അനുസരിക്കാനും ഉൾക്കൊള്ളാനും സന്നദ്ധരാണ്. ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. പക്ഷേ പടച്ചവനെ, ഞങ്ങൾ അതിന് സന്നദ്ധരാണെങ്കിലും ഇടയ്ക്ക് വീഴ്ചകൾ, തെറ്റുകൾ, പാപങ്ങളുണ്ടാകും. നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ശേഷം അല്ലാഹു തആല ഉണർത്തുന്നു,
ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ആർക്കും കഴിവിൽപ്പെടാത്ത കാര്യം അള്ളാഹു അവരോട് കൽപ്പിക്കുന്നതല്ല. തൊട്ടുമുമ്പുള്ള ആയത്തിൽ പറഞ്ഞു, മനസ്സുകളിൽ മറച്ചുവെച്ച കാര്യങ്ങളെപ്പറ്റി പോലും അള്ളാഹു ചോദിക്കുമെന്ന്. ഇത് കേട്ട് സഹാബാക്കൾക്ക് വലിയ വിഷമമായി. അവർ നബിതങ്ങളോട് വിഷമം പറഞ്ഞു. ഈ സമയത്തത്ര ഈ ആയത്തിറങ്ങിയത്. ആരുടെയും കഴിവിൽപ്പെടാത്ത കാര്യം അള്ളാഹു അവരോട് കൽപ്പിക്കുന്നതല്ല. നിങ്ങളുടെ മനസ്സ് നന്നാക്കി വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കൻ. അവിചാരിതമായ വല്ല മോശവിചാരങ്ങളും വന്നു അള്ളാഹു പുറത്തു തരും. ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. ഓരോരുത്തരും മനഃപൂർവ്വം പ്രവർത്തിച്ച കാര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നതാണ്. നന്മയാണെങ്കിൽ നന്മ ലഭിക്കും, തിന്മയാണെങ്കിൽ തിന്മ ലഭിക്കും. ആരുടെയും കുറ്റങ്ങൾ വേറെ ആരുടെയും മേൽ ചാർത്തുന്നതല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ദുഷിച്ച ചിന്തകൾ കഴിവിന്റെ പരമാവധി മാറ്റാൻ പരിശ്രമിക്കണം. നബിതങ്ങൾ വഴിയും പറഞ്ഞു തന്നു. അതിന് ഖുൽ ഹുവല്ലാഹ് സൂറത്ത് അധികമായി ഓതിൻ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അധികമായി ചൊല്ലിൻ, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് അധികമായി പാരായണം ചെയ്യൻ. എന്നിട്ടും വല്ല മോശമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല, പടച്ചവൻ പുറത്തു തരും. അവസാനമായി അള്ളാഹു 4 ദുആകൾ പഠിപ്പിക്കുന്നു. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. പടച്ചവനെ, ഞങ്ങൾക്ക് മറവി സംഭവിച്ചതും തെറ്റ് സംഭവിച്ചതുമായ കാര്യങ്ങളിൽ ഞങ്ങളെ നീ പിടികൂടരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, അള്ളാഹു ഈ ദുആ കബൂലാക്കി എന്റെ ഉമ്മത്തികൾക്ക് മറന്നുകൊണ്ടും തെറ്റ് സംഭവിച്ചതുമായ കാര്യങ്ങൾ അള്ളാഹു പുറത്തു തരും. പക്ഷേ കഴിവിന്റെ പരമാവധി മറക്കാതിരിക്കാനും തെറ്റ് വരുത്താതിരിക്കാനും പരിശ്രമിക്കണം. എന്നിട്ടുണ്ടായി പോകുന്ന തെറ്റുകൾ അള്ളാഹു പുറത്തു തരും, മറവികൾ പുറത്തു തരും. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ഞങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ കഠിന നിയമങ്ങൾ നീ നിയമമാക്കി അതുപോലെയുള്ള നിയമങ്ങൾ ഞങ്ങളുടെ മേൽ നീ ആക്കരുത്. അള്ളാഹു ദുആ കബൂലാക്കി. എന്നിട്ടും ഈ ദുആ ചെയ്യാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പടച്ചവന്റെ അനുഗ്രഹത്തെ സമ്മതിച്ചു പറയാനാണ്. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. ഞങ്ങൾക്ക് നിയന്ത്രണം വിട്ടുപോകുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മേൽ നീ ചുമത്തരുത്. കഠിന നിയമങ്ങൾ അല്ലെങ്കിൽ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. പടച്ചവനെ, ഞങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണമേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ഞങ്ങളോട് കരുണ കാട്ടണമേ. ഞങ്ങളുടെ രക്ഷാധികാരി, എല്ലാം നിയന്ത്രിക്കുന്നവൻ, ഉടമസ്ഥൻ, പരമാധികാരി നീയാണ്. ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. നിഷേധികളായ ജനതകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. പടച്ചവനെ, അവരുടെ ശല്യങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിച്ച് സത്യവിശ്വാസത്തിലും സൽക്കർമ്മങ്ങളിലും ഉറച്ചു നിൽക്കാൻ ഭാഗ്യം നൽകണമേ. നല്ല നിലയിൽ ജീവിക്കാൻ, നിന്റെ ഉപദേശങ്ങൾ പാലിക്കാൻ, മാനിക്കാൻ, ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് നീ ഉദവി നൽകണമേ. വിനയാന്വിതമായ ദുആകളോടുകൂടി ഈ മഹത്തായ സൂറത്ത് സമാപിക്കുകയാണ്. ആയത്തുകളുടെ മഹത്വം പറയപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായി നൽകപ്പെട്ട മെഹറാജിന്റെ രാത്രിയിൽ നൽകപ്പെട്ട 2 ആയത്തുകളാണിത്. രാത്രി സമയത്ത് പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് ഹദീസിൽ വന്നിരിക്കുന്നു. കാണാതെ പഠിക്കൻ. സൂറത്തുൽ ബഖറ തന്നെ കാണാതെ പഠിക്കാൻ പരിശ്രമിക്കൻ. ബഖറ സൂറത്ത് പ്രധാനപ്പെട്ട സൂറത്താണ്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അതിലൂടെ ഖൈറുകൾ, ബർക്കത്തുകൾ പ്രദാനം ചെയ്യും. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം
വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. റഹ്മാനായ റബ്ബിന്റെ അളവറ്റ അനുഗ്രഹത്താൽ ഈ സൂറത്തിന്റെ അവസാനത്തിൽ നാം എല്ലാവരും എത്തിയിരിക്കുന്നു. അല്ലാഹുവേ, നീ കബൂലാക്കണ പടച്ചവന്. വാചകങ്ങളിൽ, മനസ്സുകളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ നീ മാപ്പാക്കണേ അല്ലാഹുവേ. കൂടുതൽ പരിശുദ്ധ ഖുർആനിന്റെ പ്രയാണം നടത്തുന്നതിന്, അതിലായി ജീവിക്കുന്നതിന്, മരിക്കുന്നതിന്, അതിനെ നെഞ്ചോട് പിടിച്ച് നാളെ ആഖിറത്തിൽ നിന്റെ അരികിൽ ഹാജരാകുന്നതിന് ഉദവി നൽകണമേ അല്ലാഹുവേ. ഇതിന് സേവനം ചെയ്ത എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വണ്ണമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ എല്ലാവരുടെയും ദുന്യാവിലും ആഖിറത്തിലും അഫ്വും ആഫിയത്തും യുസ്റും സലാമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഞങ്ങൾ മരിച്ചുപോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹുവേ. ജീവിച്ചിരിക്കുന്നവർക്ക് നിന്റെ പൊരുത്തത്തിലായ ദീർഘായുസ്സും ആഫിയത്തും നൽകണമേ അല്ലാഹുവേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ